നടി ആക്രമിച്ച കേസിലെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ വിധിപ്പകർപ്പിൽ കോടതി പറയുന്നുണ്ട്. അതിജീവിതയുടെ മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയെന്ന പ്രോസിക്യൂഷന്റെ വാദം വിശ്വസനീയമല്ല എന്ന് കോടതി പറയുന്നുണ്ട്. ഇരയുടെ തിരിച്ചറിയൽ ഉറപ്പാക്കാനാണ് മോതിരത്തിന്റെ ദൃശ്യം പകർത്തണം എന്ന വാദം ഉന്നയിച്ചിരുന്നത്. പ്രോസിക്യൂഷന്റെ ഈ വാദം നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. 2017 നവംബർ 22 സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ മാത്രമാണ് പോലീസ് ഇത് പറഞ്ഞിട്ടുള്ളത്. 2017 ഏപ്രിൽ 18 സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൽ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് പരാമർശമില്ല. സംഭവം നടന്ന ശേഷം നടി പലതവണ മൊഴി നൽകിയിട്ടും മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയ കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല എന്നും കോടതി പറയുകയാണ്. ഈ മൗനം ദുരൂഹമെന്ന് കോടതി പറയുന്നു. മോതിരത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി എന്ന വാദം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നും കോടതി പറയുന്നുണ്ട്. ഒപ്പം ചില ചോദ്യങ്ങളും കോടതി ഉന്നയിക്കുന്നുണ്ട്. ആരാണ് ആ സ്ത്രീ എന്നാണ് കോടതി ചോദിക്കുന്നത്. ദിലീപിലേക്ക് എത്തിയത് പൾസർ സുനിയുടെ കത്ത് വഴിയാണ്. ക്വട്ടേഷൻ നൽകിയത് ഒരു സ്ത്രീ എന്ന് പൾസറിന്റെ മൊഴിയുണ്ട്. എന്നാൽ ആ സ്ത്രീ ആരാണ് എന്നതിൽ ഒരു വ്യക്തത വരുന്നില്ല. വിചാരണ ബോധപൂർവം പ്രതിഭാഗം വൈകിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. ദിലീപിനെ പൂട്ടണം എന്നത് സംബന്ധിച്ചൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി എന്നുള്ള ആരോപണം ഉണ്ട്. പ്രോസിക്യൂഷൻ വാദം തള്ളുകയാണ് കോടതി. വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചത് ദിലീപാണ് എന്നതിന് തെളിവില്ല തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ വിധിന്യായത്തിൽ കോടതി പറയുന്നുണ്ട്. ഒപ്പം ഷോൺ ജോർജ് അയച്ച സ്ക്രീൻഷോട്ടാണ് പ്രോസിക്യൂഷൻ ഉയർത്തിക്കാട്ടിയതെന്നും പറയുന്നു. എന്നാൽ ഷോൺ ജോർജിനെ കോടതിയിൽ വിസ്തരിച്ചിട്ടില്ല. സ്ക്രീൻഷോട്ട് ഫോർവേഡ് ചെയ്ത ആളെ വിസ്തരിക്കാത്ത സാഹചര്യത്തിൽ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് 8ാം പ്രതിയുടെ സഹായത്തോടെയാണെന്ന നിഗമനത്തിൽ എത്താൻ കഴിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പറയുകയാണ്. വിപിൻ സി വിജയൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. വിപിൻ, അങ്ങനെ പൾസർ ദിലീപിനെതിരായ മൊഴി മാറ്റി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പൾസർ ആദ്യം ഉന്നയിച്ച സ്ത്രീയിലേക്ക് അന്വേഷണം എങ്ങും എത്തിയില്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട് കോടതി. എങ്ങനെയാണ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ? പ്രവിത, ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൃത്യമായി തന്നെ ഈ വിധിന്യായത്തിൽ പറയുന്നു എന്നുള്ളതാണ്. അതായത് പ്രോസിക്യൂഷന് അന്വേഷണ സംഘത്തിന് അതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അന്നത്തെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അന്നത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ആ തെളിവുകൾ അത് പ്രൂവ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതിലേറ്റവും പ്രധാനം ഈ മൊബൈൽ ഫോണിൽ നിന്ന് ഡാറ്റകൾ മായ്ച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ മായ്ച്ചു കളഞ്ഞെങ്കിൽ എന്തുകൊണ്ട് അത് റിക്കവർ ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായില്ല അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ വാദങ്ങൾ ഇതിൽ ശരിവെക്കുകയാണ്. ദിലീപ് പ്രധാനമായും ഇതിലൊരു ആരോപണം ഉന്നയിക്കുന്നത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. ബി സന്ധ്യ ഒപ്പം AV ജോർജ്, ഇവർ രണ്ടുപേരും ഒരു ഗൂഢാലോചന തനിക്കെതിരെ തന്നെ ഇതിൽ കുടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം ഇതിൽ ദിലീപ് പറയുന്നുണ്ട്. അന്നത്തെ IGയെ ഈ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചില്ല. അപ്പോൾ അതിൽ ഒരു ടീം തനിക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ദിലീപ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ മൊഴിയായി ഈ നടി നൽകിയിരിക്കുന്ന ആളുടെ പേര് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇതിലുണ്ട് എന്ന് പറയുന്നു. അതിലേക്ക് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ പോയിട്ടില്ല. കൂടാതെ തന്നെ ദിലീപ് 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പണം നൽകിയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൃത്യമായി ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പണമിടപാട് നടക്കുന്നില്ല. ഒപ്പം തന്നെ ഈ ഒരു വാട്സപ്പിന്റെ മെസ്സേജുകൾ അതൊക്കെ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നത് റിക്കവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ തന്നെ വ്യക്തമാണ്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ പ്രതിഭാഗം ഉന്നയിച്ച പല വാദങ്ങളും അത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയുടെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് 8ാം പ്രതിയായ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട വിധിന്യായത്തിന്റെ പൂർണ്ണമായ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.